ഹായ് എവരിവൺ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്ന് വൈകുന്നേരം ആണ് ഞാൻ വർക്കൗട്ട് വീഡിയോയും ഫുഡിൻ്റെ വീഡിയോയും ഒന്നിച്ചിടുന്നത്. വർക്കൗട്ട് വീഡിയോ ഇത്തിരി സ്പീഡായിരിക്കും എന്നൊക്കെ. അതായത് ഞാൻ ഡെയിലി സാധാരണ നമ്മൾ റീചാർജ് ചെയ്യുന്ന മൊബൈൽ ഡാറ്റയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ എന്നെക്കൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വർക്കൗട്ടിൻ്റെ വീഡിയോ ഇത്തിരി ഫാസ്റ്റാക്കി ചെയ്യണേ കേട്ടോ. നാളെ ഞാൻ പരമാവധി എണ്ണ അനുസരിച്ച് ഒപ്പം ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ വാമപ്പ് ഒരു 8-9 മിനിറ്റ് എടുത്ത് നമ്മൾ വാമപ്പ് ചെയ്തു. അതിന് ശേഷമാണ് വർക്കൗട്ടിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അത്യാവശ്യം എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നിങ്ങളത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇപ്പോൾ 1-2 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് വർക്കൗട്ടിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 5 എണ്ണം ഡെയിലി നിങ്ങൾ ഒരെണ്ണം വെച്ച് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരെണ്ണം ഇതാക്കി വരും ദിവസങ്ങളിൽ എണ്ണം കൂട്ടി കൂടുതൽ സമയം ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു അരമണിക്കൂറൊക്കെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളെങ്കിൽ പിന്നെ അത് 35 മിനിറ്റ് ആക്കാം, 40 മിനിറ്റ് ആക്കാം. അങ്ങനെ നമ്മളുടെ സ്റ്റാമിന കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനും എൻ്റെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ടിങ് ജേണിയിൽ എനിക്കും 1 മണിക്കൂറൊന്നും ആദ്യമേ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഞാനൊരു 20 മിനിറ്റിലാണ് തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ അത് 30 മിനിറ്റായി, 35 മിനിറ്റായി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ഡെയിലി വർക്കൗട്ടിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അല്ലാതെ തുടക്കം തന്നെ നമുക്ക് 1 മണിക്കൂറൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ആരും വിഷമിക്കുകയും വേണ്ട. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും എൻ്റെ പോലെ തന്നെ 1 മണിക്കൂർ കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഒരു തുടക്കക്കാരിയായിരുന്നു. ഇപ്പോഴാണ് വർക്കൗട്ട് ഇത്രയും നേരം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. രാവിലത്തെ വീഡിയോസ് കാണാതെ ഈ വീഡിയോയാണ് ആദ്യം കാണുന്നവരെങ്കിൽ രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ എനിക്കൊരു 5-6 പേരൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഒരു 6 പേരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ പോലെ ഇനി വെയ്റ്റ് ലോസ് ജേണിയിൽ ഒന്നിച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോകും. അതിൻ്റെ റിസൾട്ടൊക്കെ വരും ദിവസങ്ങളിൽ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം. വീഡിയോസ് കാണുന്നവർ വെറുതെ ജസ്റ്റ് കണ്ടു പോകാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, കമൻസിൽ രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യണം, കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വർക്കൗട്ട് 30 എണ്ണത്തിൻ്റെ ഒരു 4 സെറ്റാണ് ഞാൻ ഇന്ന് ചെയ്തത്. നെക്സ്റ്റ് ഇതായിരുന്നു. ഇത് 50 എണ്ണത്തിൻ്റെ 2 സെറ്റാണ് ചെയ്തത്. 50 എണ്ണം ചെയ്ത ഫസ്റ്റ് സെറ്റിൽ തന്നെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ 25 എണ്ണം ചെയ്തു. നിർത്താതെ 25 എണ്ണം റൈറ്റ് സൈഡും ചെയ്തു. അങ്ങനെയാണ് ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യണത്. അതായത് 50 എണ്ണം ചെയ്ത ഒരു സെറ്റിൽ 2 കാലും മാറിയാണ് 50 എണ്ണം കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 3 വർക്കൗട്ടൊക്കെ കഴിയുമ്പോൾ ഞാനൊരു 10 സെക്കൻഡ് ഇതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. തേർഡ് വൺ 20 എണ്ണത്തിൻ്റെ 3 സെറ്റാണ് ഞാൻ ചെയ്തത്. ഫോർത്ത് വൺ 30 എണ്ണത്തിൻ്റെ 3 സെറ്റാണ് ഞാൻ ചെയ്തത്. ഇതിന് ശേഷമുള്ള എക്സസൈസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടില്ല, ഇന്നാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ പുഷപ്പ് താഴെ ചെയ്യുന്നത് പോലെ, താഴത്തല്ല ഞാൻ ചെയ്തേക്കുന്നത്, നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെഡിനോട് ചേർന്ന് കൈ ഇതാക്കിയിട്ട് അങ്ങനെയാണ് പുഷപ്പ് ചെയ്തത്. ഒരു 10 എണ്ണത്തിൻ്റെ 3 സെറ്റാട്ടോ ചെയ്തത്. ഇത് 6th വൺ 40 എണ്ണത്തിൻ്റെ 3 സെറ്റ് ഞാൻ ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് നിർത്താതെ ചെയ്യേണ്ട. ഒരു സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തുടക്കക്കാരെപ്പോഴും എണ്ണം കുറച്ച് വളരെ സ്ലോവിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എണ്ണം ചെയ്തിട്ട് കൂട്ടി കൊണ്ടുവന്നാൽ മതി കേട്ടോ.
7th ഞാൻ എക്സസൈസ് ചെയ്തത് ഇതാണ്. ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എന്നെക്കൊണ്ട് 10 പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത് ഫ്ലെക്സിബിളായി. ഇപ്പോൾ ഇത് 20 3 സെറ്റാണ് ഞാൻ ഇന്ന് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു കാലുവേദനയാണെന്ന് അറിയാമോ. ഇപ്പോൾ നമ്മൾ ഓക്കെ ആയി. നിങ്ങൾക്കും അതേപോലെ ഓക്കെ ആവും കേട്ടോ. നെക്സ്റ്റ് വൺ ഞാൻ ചെയ്തത് ഇതാണ്. വളരെ സിമ്പിളാണ്. നേരെ നിൽക്കുക, ഇടിക്കണ പോലെ 2 കൈയും മാറി മാറി മുന്നോട്ട്. മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടെന്നുള്ള ചിന്താഗതിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഒരു 50 2 സെറ്റ്. നെക്സ്റ്റ് വൺ ഈ ഒരു എക്സസൈസാണ്. 25 2 സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെറ്റൊക്കെ ചെയ്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് വർക്കൗട്ട് ഇതാണ് ഞാൻ ചെയ്തത്. 20 2 സെറ്റ്. ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ ഞാൻ നല്ലോണം ഇന്ന് അണച്ചു, വേർത്തു. എന്താ പറയുക, നല്ല ടയേർഡായി. ഇന്നത്തെ വീഡിയോയിൽ സ്ട്രെച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾറെഡി ഞാൻ സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോ ഇന്നലത്തേൽ ഇട്ടിട്ടുണ്ട്. സ്ട്രെച്ചിങ് മാത്രമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് വീട്ടിൽ നിന്നല്ല എവിടെയാണെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ബോഡി ഒന്ന് ചൂടാവാൻ വേണ്ടി വാമപ്പ് ചെയ്യുക. ശേഷം വർക്കൗട്ടിലേക്ക് കിടക്കാം. വർക്കൗട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യണം, ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ നല്ല പെയിൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കാം. രാവിലെ തന്നെ ഓട്സിൻ്റെ കഞ്ഞിയും ചെറുപയറുമാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓട്സ് സ്മൂത്തി ആയിട്ടൊന്നും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ വെറുതെ ഒരു 3 സ്പൂൺ ഓട്സ് വെള്ളവും ഉപ്പും ചേർത്തിട്ട് അതൊന്ന് 2-2.5 മിനിറ്റൊക്കെ തിളപ്പിച്ച് വേവിച്ചെടുക്കും. എന്നിട്ട് സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ ഓട്സ് കാച്ചിയും ചെറുപയറുമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു 8-9 മണിക്കുള്ളിൽ കഴിച്ചത്. പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ വെറും വയറ്റിൽ 1 കപ്പ് വെള്ളം കുടിച്ചു. അത് പറയാൻ വിട്ടുപോയി. ഉച്ചയ്ക്ക് ലഞ്ച് ഞാനൊന്ന് 1:30 കഴിച്ചത്. കുറച്ച് ചോറ്, ചെറുപയറോലത്ത്, കുക്കുംബർ, ക്യാരറ്റ്, ചിക്കൻ കറി. ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ ഇതായിരുന്നു. ഞാനെപ്പോഴും പറയണ പോലെ തന്നെ ഇന്നും ഞാൻ എൻ്റെ മോൻ്റെ പ്ലേറ്റിൽ തന്നെയാണ് ഫുഡ് എടുത്തത്. വേറൊന്നും കൊണ്ടല്ല, അതാവുമ്പോൾ നമുക്കൊരു അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് തന്നെ ചൂസ് ചെയ്യുന്നത്. നിങ്ങളും എടുക്കുന്ന പ്ലേറ്റ് ശ്രദ്ധിക്കുക. ഒരുപാട് ചെറിയ പ്ലേറ്റ് എടുത്ത് അത് ഓട്സ് കാച്ചിയതാണ് എടുക്കരുത്. എപ്പോഴും ചെറിയ പ്ലേറ്റിൽ ഫില്ല് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. അതിൽ ഈ പറയുന്ന പോലെ പയറുവർഗ്ഗവും മീനോ ഇറച്ചിയും ഇത്തിരി കുക്കുംബറും ക്യാരറ്റൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എല്ലാ സംഭവങ്ങളും അതിൽ നിന്ന് തന്നെ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ വെയിറ്റ് ലോസ് ഇത്തിരി എളുപ്പമുള്ള പണിയാണ്, ഒരുപാട് റിസ്ക് ഒന്നുമില്ല. രാവിലത്തെ ഫുഡും കുഴപ്പമില്ല, ഉച്ചക്കത്തെയും കുഴപ്പമില്ല. വൈകുന്നേരം മാത്രമാണ് നമ്മൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ചെടുക്കുക. വൈകുന്നേരം ഒരു 6 മണിക്ക് തന്നെ ഞാനൊരു മീഡിയം സൈസ് പേരക്ക, ഒരു മുട്ട വറുത്തത്, ഇതായിരുന്നു ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം. ഇതോടുകൂടി ഇന്നത്തെ ഫുഡ് എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 2.5 ലിറ്റർ വെള്ളം ഞാനിന്ന് കുടിച്ചിട്ടുണ്ട്. വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഫുഡും വർക്കൗട്ടും ഒക്കെ. നിങ്ങളും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരുടെയും റിസൾട്ട് കമൻസിൽ പറയണം. എല്ലാം നല്ലതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.